Hello students, we are in the middle of the discussion on modern England, starting with the Tudor monarchs. As I had mentioned earlier, we need to see the history and development of England in the modern period with a larger canvas in the backdrop, that is Europe, which we can call modern Europe. The changes that were enjoyed in modern Europe trickled down to the British Isles, especially to England, which had an impact upon the history, the language, the literature, and many other aspects of the land. In this session, we will start with the consideration of some of the waves of change in modern Europe. Of course, we have already seen the first one, that is the Renaissance. What we mean by European Renaissance and what is the essence of Renaissance in England. We already saw that European Renaissance had its impact upon many aspects such as language, education, art and literature, architecture, science, geography and religion. So, Renaissance is the first wave of change as we study now in modern Europe. We need to see 5 waves of change in total, and the other 4 will be humanism, scientific inventions, geographical discoveries, and last, Reformation. In this brief session, I wish to take you to understand some aspects of humanism. Humanism is related to the Renaissance. കഴിഞ്ഞ ഒരു സെഷനിൽ റെനൈസാൻസിനെ കുറിച്ച് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞുവല്ലോ, ക്രിസ്ത്യൻ സ്കോളേഴ്സ് അവർ ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ ലിറ്ററേച്ചർ, ആർട്ട് ഒക്കെ മനസ്സിലാക്കി അതിൻ്റെ ഒരു റീബർത്താണ് എസെൻഷ്യലി റെനൈസാൻസ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഹ്യൂമനിസത്തിലും ഇറ്റ്സ് റിലേറ്റഡ് ടു ദ റെനൈസാൻസ് വേർ ദർ ഇസ് എ ബ്ലെൻഡ് ഓഫ് ക്രിസ്ത്യൻ ഫിലോസഫി ആൻഡ് സെക്കുലർ തിങ്കിങ്. നേരത്തെ ചേർച്ചിൻ്റെ ഡോഗ്മാസ് എല്ലാം വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു മെഡീവൽ ടൈംസിൽ. എന്നാൽ ഇപ്പോൾ മനുഷ്യർ അതിൻ്റെ നല്ല ആസ്പെക്ട്സ് എടുത്തുകൊണ്ട് തന്നെ അതിനകത്തോട്ട് സെക്കുലർ തിങ്കിങ് ബ്ലെൻഡ് ചെയ്ത് ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഹ്യൂമനിസം എന്ന വേർഡ് ഒരുപക്ഷെ നിങ്ങൾ ആദ്യം കേട്ടപ്പോൾ, ഞാനും കേട്ടപ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് ദിസ് വേർഡ് ഇസ് ഫെമിലിയർ അല്ലേ, ഹ്യൂമൻ. Essentially, humanism is the philosophy of man. മനുഷ്യനെക്കുറിച്ച് വലിയ വലിയ പഠനങ്ങളുണ്ട്. റിലീജിയൻ മനുഷ്യനെക്കുറിച്ചുള്ള പഠനത്തിൽ വളരെ മുമ്പിൽ നിൽക്കുന്നതാണ്. But what is the difference created by humanist thinking? It is an examination of man through his actual behavior, rather than understanding him through rigid doctrinaire formula. ഒരു മനുഷ്യനെ അല്ലെങ്കിൽ മനുഷ്യകുലത്തെ പഠിക്കുന്നത് കുറേ ചേർച്ചിൻ്റെ ഡോക്ട്രിൻസ് ബേസ് ചെയ്തുകൊണ്ടായിരിക്കരുത്, മനുഷ്യനെ തന്നെ പഠിക്കുക. ഹ്യൂമനിസം കൊണ്ടുവരുന്ന ചില ആശയങ്ങൾ നമുക്ക് നോക്കാം. മാൻ ഈസ് ഇൻ എ കോൺസ്റ്റന്റ് അറ്റംപ്റ്റ് ടു സ്ട്രൈവ് ഫോർ ഗുഡ് ബട്ട് ഓഫൺ ഫൈൻഡ്സ് ഹിംസെൽഫ് കോട്ട് ഇൻ ദ ട്രാപ്പ് ഓഫ് ഈവിൾ. റിലീജിയൻ അത് അധികം പഠിപ്പിക്കുന്നില്ല. മനുഷ്യനെല്ലാം സിന്നറാണ് എന്നൊരു ഐഡിയ, ഒരുതരം ഭീഷണി, ഭയം ഉണ്ടാക്കുന്ന ഒരു ഡോക്ടറിനാണ് റിലീജിയൻ കൊണ്ടുവരുന്നത്. പക്ഷേ ഹ്യൂമനിസം പറയുന്നു മാൻ ഇസ് ഇൻ എ കോൺസ്റ്റന്റ് അറ്റംപ്റ്റ് ടു സ്ട്രൈവ് ഫോർ ഗുഡ്. മനുഷ്യൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് നല്ല ചെയ്യാനാണ്. ഹി ഈസ് നോട്ട് എ പെർപ്പച്വൽ സിന്നർ, ബട്ട് ഹി ഫൈൻഡ്സ് ഹിംസെൽഫ് കോട്ട് ഇൻ ദ ട്രാപ്പ് ഓഫ് ഈവിൾ. ഹ്യൂമനിസത്തിന്റെ അടുത്ത ഡോക്ടറിന് ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ദർ ഇസ് എ സ്ട്രഗിൾ വിതിൻ എവറി മാൻ. ഒന്ന് ഇമ്മോർട്ടാലിറ്റി വേഴ്സസ് earthly fame. റിലീജിയൻ പറയുന്ന ഇമ്മോർട്ടാലിറ്റി, സ്വർഗം, അത് വേണോ
അതോ ഭൂമിയിൽ കുറച്ച് ഫെയിം എന്ന് പറഞ്ഞാൽ നെഗറ്റീവായിട്ടൊരു സെൻസിലല്ല, ഭൂമിയിലൊരു പേരെടുക്കുകയാണോ നല്ലത്? മനുഷ്യർക്ക് എപ്പോഴും ഉള്ളൊരു സ്ട്രഗിളാണ്. ആൻഡ് ദ ചോയ്സ് ബിലോങ്സ് not to the church, not to the family, not to the society. It is the individual's choice. And humanism focuses not more on the rational side of man, but the interest is on the volitional or the emotional side. ഇത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയ ഒരു കാര്യമാണ്. അതേ പറഞ്ഞല്ലോ, മനുഷ്യനെ കുറിച്ചാണ് പഠനം. മനുഷ്യനെ കുറിച്ച് പഠിക്കുമ്പോൾ അവൻ വോളണ്ടറി ആയിട്ട് ഇമോഷണലായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വശമുണ്ട് ഓരോ മനുഷ്യനും. അത് എന്തുകൊണ്ട് ഓരോ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നു, ഓരോ രീതിയിൽ പ്രവർത്തിക്കുന്നു. ഇപ്പോൾ ഒരു റാഷണൽ മാൻ എന്ന് പറയുമ്പോൾ എല്ലാം കാര്യകാരണ സഹിതം ആലോചിക്കുന്നു. അയാൾ ഒരു സ്ഥലത്ത് പോകുന്നു, ബസ് സ്റ്റാൻഡിൽ പോകുന്നു, അവിടെ ബസ് വന്ന് നിൽക്കുന്നുടനെ അദ്ദേഹം ക്യൂ നിൽക്കുന്നു, മനുഷ്യരെല്ലാവരും ക്യൂ നിൽക്കുന്നു, ഓരോരുത്തരായിട്ട് കയറുന്നു. ഒരു റാഷണൽ വേയിലുള്ള ലൈഫ് അതാണ്. ബട്ട് വാട്ട് ഹാപ്പൻസ് ഇൻ അവർ ബസ് സ്റ്റാൻഡ്സ്? ഒരു ബസ് വന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് വൊളീഷണൽ, വോളണ്ടറി, യു ഓൾ ജംപ് ഇൻ ടു ദാറ്റ്. നമുക്ക് എങ്ങനെയാലും സീറ്റ് പിടിക്കണം. നമ്മുടെ ഇമോഷൻ അതാണ്, ടു ഓവർ പവർ അതേഴ്സ്, ടു ഗെറ്റ് ബെനിഫിറ്റ് ഫോർ ദി ഇൻഡിവിജ്വൽ. എന്തുകൊണ്ട് മനുഷ്യൻ ഇങ്ങനെ പ്രവർത്തിക്കുന്നു? സോ ദാറ്റ് ഈസ് ദി ഇൻട്രസ്റ്റ് ഓഫ് ഹ്യൂമനിസം. മനുഷ്യന്റെ സാധാരണ ജീവിതത്തിലെ പ്രവർത്തനങ്ങൾ, വൈ ഡസ് ഇറ്റ് ഹാപ്പൻ സോ? വൈ ഡസ് ഹി മേക്ക് എ ചോയ്സ്? വൈ ഡസ് ഹി സംടൈംസ് ചൂസ് ഈവിൾ? And humanism also introduces man as an actor as well as a creator. നമ്മൾ ലിയോനാർഡോ ഡാവിഞ്ചിയുടെ, മൈക്കലാഞ്ചലോയുടെ ഒക്കെ പടങ്ങൾ കാണുമ്പോൾ അതേക്കുറിച്ചുള്ള ഒരു ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്. പ്രത്യേകിച്ചും നിങ്ങൾ സിസ്റ്റൈൻ ചാപ്പലിലെ പടം കണ്ടുവല്ലോ, ദൈവവും മനുഷ്യനും, ദ ക്രിയേഷൻ ഓഫ് മാൻ. ദൈവത്തിന്റെ വിരലും മനുഷ്യന്റെ വിരലും തമ്മിൽ കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ്. അതേക്കുറിച്ച് ഒരു ചിന്തകൻ പറഞ്ഞിരിക്കുന്നത്, God and man looked at each other and said, my creator. ദൈവം എന്നൊരാശയം ലോകത്തിന് കൊടുത്തത് മനുഷ്യനാണ്. മനുഷ്യൻ എന്നൊരു സൃഷ്ടിയെ ലോകത്തിന് കൊടുത്തത് ദൈവമാണ്. സോ man is to be seen as an actor as well as a creator. മെഡീവിയൽ തിങ്കിങ് പറയുന്നത് മനുഷ്യൻ എപ്പോഴും ദൈവത്തിന്റെ കീഴിൽ, ദൈവത്തിന്റെ ഹിതമനുസരിച്ച് കഴിയുന്ന, ദൈവത്തിന്റെ വിധി അനുസരിച്ച് പോകുന്ന ഒരവസ്ഥയാണ്. ബട്ട് മാൻ ഇസ് നോട്ട് ലൈക്ക് ദാറ്റ്. ഹി ഹാസ് ദ പവർ ടു ബി എ ക്രിയേറ്റർ, ആൻ ഇന്നോവേറ്റർ, എ ഡെവലപ്പർ. റെനസാൻസ് തിങ്കിങ്ങുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് കാണാം. Now we come to the understanding of humanist. 15ാം നൂറ്റാണ്ടിൽ ദ വേർഡ് ഹ്യൂമനിസ്റ്റ്, എ ടീച്ചർ ഓഫ് ഹ്യൂമാനിറ്റീസ്, പ്രത്യേകിച്ചും when I now talk to the BA English students, നമ്മളെല്ലാവരും ഹ്യൂമാനിറ്റീസിന്റെ വിദ്യാർത്ഥികളാണല്ലോ. ഹ്യൂമാനിറ്റീസ് പഠിപ്പിക്കുന്ന ഒരാളെ വിളിക്കുന്ന പേരാണ് ഹ്യൂമനിസ്റ്റ്. So the early humanists, they were the university teachers. They developed a new curriculum in the universities. ഇത് മെഡീവൽ തിങ്കിങ്ങുമായിട്ട് വളരെ വ്യത്യാസമുള്ളതാണ്. പുതിയ പല കാര്യങ്ങളും അവര് യൂണിവേഴ്സിറ്റികളിൽ പഠന വിഷയമാക്കി. ഒരു എക്സാമ്പിളാണ് ദി ഇമ്പോർട്ടൻസ് ടു ഏൻഷ്യൻ ഗ്രീക്ക് കൾച്ചർ ആൻഡ് ദ ഗുഡ് ലൈഫ്, ദ റിലേഷൻ ബിറ്റ്വീൻ ദീസ് ടു. ഗ്രീക്ക് കൾച്ചർ, അതിൻ്റെ തിങ്കിങ്, അതെങ്ങനെയാണ് ഒരു നല്ല ലൈഫ് മുമ്പോട്ട് കൊണ്ടുവരുന്നത്. What is the relation between that? Then they brought in liberal education. That is a difference which is different from religious education. And they brought in a curriculum of liberal education. എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? ഇത് യൂണിവേഴ്സിറ്റീസിലെല്ലാം ഈ പുതിയ കരിക്കുലം ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങി. തന്നെയുമല്ല, ഈ കരിക്കുലം, this was adopted in all the colonies of the Western world. So, this is one point where you can be proud to be students of CMS College. CMS കോളേജിൻ്റെ ചരിത്രത്തിൻ്റെ നിർണായകമായ ഒരു പോയിന്റിൽ ഇവിടെ പഠിച്ച് നിങ്ങൾ പല പ്രാവശ്യം ഇത് കേട്ടിട്ടുണ്ടാവും. When the college was founded, ഞാനിവിടെ എടുത്തിരിക്കുന്നത് കോളേജിൻ്റെ കലണ്ടറിൽ ഉണ്ടായിരുന്നൊരു കാര്യമാണ്.
In the early years, the curriculum included the study of Latin, Greek, Hebrew, mathematics, history and geography. Besides English, പിന്നെ മലയാളം, സാൻസ്ക്രിറ്റ് ഇന്ത്യയിലെ വിഷയങ്ങളാണ്. സിറിയക്ക് എന്നുള്ളത് റിലീജിയസ് ആണ്. അപ്പം നമ്മുടെ കോളേജിൽ ഈ വിഷയങ്ങൾ പഠിപ്പിച്ചത് ഈ ഒരു റെനൈസാൻസിൻ്റെയും ഹ്യൂമനിസ്റ്റ് തിങ്കേഴ്സ് ഡെവലപ്പ് ചെയ്ത ഒരു കരിക്കുലത്തിൻ്റെയും ഭാഗമായിട്ടാണ്. So let's see who are the humanist scholars, some of them. രണ്ട് പ്രത്യേകതകൾ. ഒന്ന്, they were secularists. That is, they believed in the value of classical knowledge. എന്നാൽ they were Christians also. They believed in the tenets of Christian faith. എല്ലാമല്ല, അവരുടെ ഐഡിയൽസുമായിട്ട് ചേർന്ന് പോകുന്ന ക്രിസ്ത്യൻ പ്രിൻസിപ്പിൾസ് അവർ അക്സെപ്റ്റ് ചെയ്തു. ഹ്യൂമനിസ്റ്റ് സ്കോളേഴ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇറ്റലിയിലുള്ള പെട്രാർക്ക് പോയിറ്റ് ആൻഡ് ദ ഡച്ച് സ്കോളർ ഡെസീറിയസ് എറാസ്മസ്, ഈ രണ്ട് പേരുകൾ ശ്രദ്ധിക്കുക. ആൻഡ് വി ഓൾസോ ഗോ ടു ദ ഹ്യൂമനിസ്റ്റ് സ്കോളേഴ്സ് ഓഫ് ഇംഗ്ലണ്ട്. They had the name the Oxford Reformers. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത തിങ്കേഴ്സാണിത്. ഒരാൾ ജോൺ കോളറ്റ്, ഹീസ് നോൺ ആസ് ദ ഡീൻ ജോൺ കോളറ്റ്. ഹീസ് എ ക്രിസ്ത്യൻ പ്രീസ്റ്റ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്, ഹി വാസ് ഇൻട്രസ്റ്റഡ് ഇൻ ദ സ്റ്റഡി ഓഫ് സെന്റ് പോൾ. ജീസസിന്റെ മരണശേഷം ജീസസിന്റെ ടീച്ചിങ്സിൽ അട്രാക്റ്റഡ് ആയിട്ട് വന്ന ഒരാളാണ് സെന്റ് പോൾ. ബൈബിളിലെ വളരെയേറെ ബുക്സ് എഴുതിയ ഒരാളാണ് പോൾ. പോൾ ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ആഗ്രഹിക്കുന്ന നല്ലതല്ല, നന്മയല്ല, ഞാൻ ആഗ്രഹിക്കാത്ത തിന്മയാണ് ചെയ്യുന്നത്. യു റിമെമ്പർ ദ പോയിന്റ് ഐ മെൻഷൻഡ് എ വൈൽ ബാക്ക്. ദർ ഇസ് എ സ്ട്രഗിൾ ഓഫ് ഡിസയേഴ്സ്. അത് ഹ്യൂമനിസത്തിന്റെ ഒരു സ്റ്റഡിയാണ് ആ വിഷയം. മറ്റൊരാളാണ് സർ തോമസ് മൂർ, യൂട്ടോപ്യയുടെ ഓതർ സർ തോമസ് മൂർ. അദ്ദേഹത്തിന്റെ ചിന്തകളും ജീവിത വീക്ഷണങ്ങളും അവസാനം രാജാവുമായിട്ടുള്ള ഒരു ഫൈറ്റിൽ വരെ എത്തി. ദ സ്ട്രഗിൾ വിത്ത് ദ കിങ് ഹെൻറി VIII. നേരത്തെ പറഞ്ഞ ഡച്ച് സ്കോളർ ഡെസിഡറസ് എറാസ്മസ്, അദ്ദേഹവും ഇംഗ്ലണ്ടിനെ സ്വാധീനിച്ച ഒരു വ്യക്തിയാണ്. സോ മേക്ക് എ നോട്ട് ഓഫ് ദ ഹ്യൂമനിസ്റ്റ് സ്കോളേഴ്സ്, എസ്പെഷ്യലി ദി ഓക്സ്ഫോർഡ് റിഫോമേഴ്സ്. Principles of the Oxford Reformers, they were true to the Catholic Church and they tried to reform it from within. ചേർച്ചിനകത്ത് തന്നെ ഒരു മാറ്റം കൊണ്ടുവരാനാണ് അവരാഗ്രഹിച്ചത്. എന്നാൽ അവരാഗ്രഹിച്ചതുപോലെ ചേർച്ചിനകത്ത് നിന്നുകൊണ്ടൊരു മാറ്റം വരുവാൻ ഒത്തിരി സാധിച്ചില്ല. സോ ദ ചേഞ്ച് ഹാഡ് ടു കം ഫ്രം ഔട്ട്സൈഡ്. അതാണ് നമ്മൾ അൾട്ടിമേറ്റ്ലി നമ്മൾ ഈ യൂറോപ്പിലെ 5 വേവ്സിൽ പഠിക്കുന്ന ഒരു പോയിന്റ്, ദാറ്റ് ഇസ് the what we call the Reformation.